ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ റിലവന്റ് ആണെന്ന് തോന്നിയ ഒരു ടോപ്പിക് ആണ് എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോഴേ ഞാൻ ഇന്നിങ്ങനെ മൊബൈൽ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ വേറൊന്നുമല്ല, അതുല്യ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരിയുടെ ആത്മഹത്യ. സ്വന്തം ഭർത്താവ് കെട്ടി തൂക്കിയതാണെന്ന് പറയുന്നു. ഭർത്താവ് വന്നപ്പോ തൂങ്ങി കിടക്കുന്നത് കണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെ പല പല സംഭവ വികാസങ്ങൾ അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതോടെ നടന്നോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? ഈ ന്യൂസ് ക്ലിപ്പ് കണ്ടതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഇവരുടെ പാരന്റ്സ്, അതായത് അതുല്യയുടെ പാരന്റ്സ് മീഡിയക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു. അതില് ഈ പാരന്റ്, അതായത് അതുല്യയുടെ അച്ഛനും അമ്മയും, അവർ പറയുന്ന ചില കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നല്ലേ, അതായത് ഈ അതുല്യ എന്ന് പറയുന്ന ഈ 30 വയസ്സുള്ള ഈ പെൺകുട്ടി സ്വന്തം ഹസ്ബൻഡിനോടൊപ്പം ദുബായിലാണ് സെറ്റിൽ ആയിട്ടിരിക്കുന്നത്. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്തോ HR ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ എന്തോ ആണ്, അങ്ങനെയാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ആ ന്യൂസ് ക്ലിപ്പിൽ കണ്ടത്. ഓക്കെ, വാട്ട് എവർ. അപ്പോ ഇവർക്കൊരു കുട്ടിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് 3 പേരും ദുബായിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അങ്ങനെ അതുല്യ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇത് നമ്മുടെ ഈ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവര് പറയുന്നു, അച്ഛനും അമ്മയും പറയുന്നു, ഞങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല. ഓക്കെ, എന്തുകൊണ്ട് ഞങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല? അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എന്റെ ജീവൻ ഞാനായിട്ട് എടുക്കില്ല. എത്രയൊക്കെ അനുഭവിച്ചാലും, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എത്രയൊക്കെ അനുഭവിച്ചാലും. അപ്പൊ അതുല്യ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അച്ഛനും അമ്മയുമായി ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു, ഇവരുടെ പാരന്റ്സിന് അറിയാമായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളാണോ പാരന്റ്സ്? പാരന്റിങ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മീഡിയക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കില്ലായിരുന്നു. വേറൊന്നുമല്ല, സ്വന്തം മകൾ ഇത്രയേറെ കഷ്ടതകൾ അവര് തന്നെ ആ വീഡിയോയിൽ പറയുന്നു. 11 വർഷമായിട്ട് എന്റെ മകൾ അനുഭവിക്കുന്ന പല പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അതിൽ തന്നെ എടുത്തു വെച്ചു എന്ന് പറയപ്പെടുന്ന പല പല വീഡിയോസും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ മീഡിയാസിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഈ പാരന്റ്സിന് അറിയാമായിരുന്നു. എന്നിട്ടും സ്വന്തം മകളെ അവിടെ നിർത്തി എങ്കിൽ ഇവർ തന്നെയല്ലേ ഈ ആത്മഹത്യക്ക് പിന്നിൽ, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പിന്നിൽ ഇവർ തന്നെയല്ലേ? ഞങ്ങളുടെ മകൾ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ലേ അവരവിടെ ഇട്ട് കൊടുത്തത്. അതാണ് കേട്ടോ തോന്നിയത്. കാരണം വേറൊന്നുമല്ല, ഈ 11 വർഷമായിട്ടും ഈ കുട്ടി ഇതുപോലെയുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും അതിനെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിക്കൂടാ? എന്നിട്ട് ഇവര് പറയുന്നുണ്ട്, ഇടയ്ക്ക് അതുല്യ വീട്ടിൽ പിണങ്ങി വന്ന് നിന്നായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന ഹസ്ബൻഡ്, അതായത് അതുല്യയുടെ ഹസ്ബൻഡ് വന്ന്, ഞാൻ ഇനി അങ്ങനൊന്നും ചെയ്യില്ല, അതാ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുല്യയെ കൺവിൻസ് ചെയ്തു. എന്നോ കണ്ട ഹസ്ബൻഡ് കൺവിൻസ് ചെയ്തു. അപ്പൊ സ്വന്തം അച്ഛനും അമ്മയും കൺവിൻസ് ചെയ്താൽ നിൽക്കാത്ത കുട്ടിയാണോ അതുല്യ? എനിക്കറിയില്ല. ചിലപ്പോ അങ്ങനെയും ആവാം. ഇപ്പൊ എന്താ പറയുന്നത്, സ്വന്തം ഭർത്താവാണ്, കുട്ടിയുണ്ട്, അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അവര് പറയുന്നത് പോലെ ഇവര് കൺവിൻസ്ഡ് ആയി കാണാം. പക്ഷേ എങ്കിലും സ്വന്തം മകൾ ഇത്രയേറെ ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും, ഇത്രയും ക്രൂരതകൾ ആ കുട്ടി വീണ്ടും അനുഭവിച്ചു എന്നറിഞ്ഞിട്ടും ഇവർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഓക്കെ, ഭർത്താവ് വന്ന് വിളിച്ചപ്പോൾ അതിൽ തിരിച്ചു പോയെന്ന് ഇവര് പറയുന്നുണ്ട്. അമ്മ തന്നെ പറയുന്നുണ്ട്, ഇവർക്കൊരു മകളുണ്ട്. ആ മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ നോക്കുന്നത് അതായത് ആ കുട്ടിയുടെ അച്ഛൻ, അഥവാ അതുല്യയുടെ ഹസ്ബൻഡാണ്. അതായത് അതുല്യയുടെ ഹസ്ബൻഡ് ഒരു 10,000 രൂപ വീതം ഇവർക്ക് മാസം കൊടുക്കുന്നുണ്ടായിരുന്നു ആ കൊച്ചിന്റെ പഠന ചെലവിന് മാത്രമായി. ഈ 2,50,000, അയാൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത്, എനിക്ക് 2.5 ലക്ഷം രൂപ ശമ്പളം, ഈ 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഈ ഒരു പുള്ളിക്കാരൻ വെറും 10,000 രൂപയാണ് ഈ അതുല്യയുടെയും കൊച്ചിനെയും കാര്യങ്ങൾ നോക്കാൻ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ എന്താ പറയുന്നത്, സ്വഭാവത്തിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതെന്ത് തന്നെ ആവട്ടെ, അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. നമ്മളാകെ കിടക്കുന്നത് ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പാരന്റിങ്. എന്താണ് പാരന്റ്? എങ്ങനെയാണ് പാരന്റ് ആകേണ്ടത്? ഞാനും ഒരു പാരന്റാണ്. അപ്പോ ആ കുട്ടിയെ നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? 11 വർഷം വരെ ആ കുട്ടിയെ ഇത്രത്തോളം അനുഭവിക്കാൻ വിട്ടുകൊടുത്തിട്ട് ഇപ്പൊ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ കരയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ഒരു അർഹതയും നിങ്ങൾക്കില്ല. ഞാൻ നോക്കിയിട്ട് ഒരു അർഹതയും ഇല്ല. കാരണം സ്വന്തം മകളെ ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുട്ടിയെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് വന്ന് നിർത്തുക.
പിന്നെ ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എന്റെ നല്ലവരായ വ്യൂവേഴ്സിനോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ അതിലൂടെ പാരന്റ്സിനെ ഞാൻ ബ്ലെയിം ചെയ്തതല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. പക്ഷേ നിങ്ങളാണ് ആ കുട്ടിയെ ഇതിലേക്ക് നയിച്ചത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കൂടെ പറയാൻ പലരും ഉണ്ടാകും. ഓക്കെ, ഞാൻ മാത്രമല്ല, ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് എന്റെ വേർഡ്സ് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാവർക്കും. ഓക്കെ, ആ കുട്ടിയെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ചേർത്ത് നിർത്തുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നമ്മളോട് കൂടെ നമ്മളിൽ ഒരാളായിട്ടുണ്ടായിരുന്നേനെ. നമ്മള് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകാം? ഇതിലേറെ വലിയ വലിയ അനുഭവങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമായി. കാരണം ആർക്കും ആരെയും അടിമയാക്കി വെക്കുവാനോ അല്ലെങ്കിൽ ആരുടെയും അടിമയായി ജീവിക്കാനോ എവിടെയും എങ്കിലും പറഞ്ഞിട്ട് ആരും ആരുടെയും അടിമയാണെന്ന് എല്ലാവർക്കും അവനവൻ്റെതായ ഒരു എന്താ പറയുന്നത് ഇഷ്ടങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എന്താണ് നമുക്ക് ഇഷ്ടം അത് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടന അതിന് നമ്മളെ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിലനിൽക്കുന്നിടത്തോളം ആർക്കും നമ്മളെ നമ്മുടേതല്ലാത്ത കാരണത്താൽ അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനെ എന്താ പറയുന്നത് നമുക്കതിനെ തടുക്കാനും നമുക്കതിനെ അരുത് എന്ന് പറയാനും ഉച്ചത്തിൽ പറയാനും നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ പല പല അതുല്യമാരും അതുപോലെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയുന്നത് ഗേൾസ് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന പെൺകുട്ടികളെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ആൺകുട്ടികളെ അടുക്കി വെക്കുന്ന പെൺകുട്ടികളും ഉണ്ട്, പലരും ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ പാരന്റ്സിനെ ഞാനിപ്പോ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചിലർക്കെങ്കിലും ഉണ്ട്. ഇന്ന് എന്റെ മോള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാളെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയില്ലെങ്കിൽ നാളെ അടുത്ത അയൽവാസികൾ ചോദിക്കും, എന്താ മോള് പോയില്ല, എന്താ പ്രശ്നമാണോ? അത് കഴിയുമ്പോൾ കൂട്ടക്കാരും കുടുംബക്കാരും എല്ലാവരും വന്ന് ചോദിക്കും, എന്താ പോയില്ലേ, അവിടെ എന്താ പ്രശ്നമാണോ എന്ന്. ആണെങ്കിൽ ആണെന്ന് തന്നെ പറയണം. എന്താ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ലേ? നിങ്ങൾ അങ്ങനെ പറയാൻ കഴിയാത്തിടത്തോളം, അതായത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയാത്തിടത്തോളം നമുക്ക് മുൻപിൽ പല പല അതുല്യമാരും പല പല ഉത്തരമാരും പല പല പേരുകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പാരന്റ്സ് എന്നാൽ കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ പോട്ടെ നീ അത് സഹിക്ക്, കല്യാണം കഴിഞ്ഞു പോയില്ലേ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. എന്തിനു വേണ്ടിയിട്ട്? അതിനു വേണ്ടിയാണോ നിങ്ങൾ 10-25 വർഷം നിങ്ങളുടെ കുട്ടികളെ കയ്യിൽ പൊന്നെ കറളെ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടന്നത്? ആണോ? അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല. എന്റെ പാരന്റ്സ് ഒന്നും അങ്ങനെയല്ലായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ കുറ്റപ്പെടുത്താതെ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായി അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ നമുക്കിടയിൽ നിൽക്കേണ്ട പലരും നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ടുണ്ടായിരുന്നേനെ. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതെ മറ്റുള്ളവരത് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ അവര് അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ നല്ലവരായ വ്യൂവേഴ്സിനോടും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളിൽ പലരും ഇതുപോലെ അനുഭവിക്കുന്നുള്ളവരാണെന്ന് അറിയാമെങ്കിൽ എങ്കിലും നിങ്ങൾ ഇപ്പൊ തന്നെ കുട്ടിയുണ്ട് പക്ഷെ ഞാൻ അത് അനുഭവിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെയും മനസ്സമാധാനമാണ് കളയുന്നത്. നിങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എന്ത് സമാധാനം കിട്ടും? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ കുട്ടിക്ക് എന്ത് സമാധാനം കിട്ടും? നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് എവിടെയും തോൽക്കേണ്ടി വരില്ല. ഓക്കെ, അത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളും നമ്മൾ പഠിച്ച് മുൻപിലോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടാതെ, ആരോടും കൈ നീട്ടാതെ, ആരോടും എന്താ പറയുന്നത് അടിമപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, ഭർത്താവിന്റെ ആവട്ടെ, അമ്മായിയമ്മയുടെ ആവട്ടെ, ഹസ്ബൻഡിന്റെ ഫാദറിന്റെ ആവട്ടെ, പെങ്ങമ്മ, അവരുടെ ആരെ നമുക്ക് കേൾക്കേണ്ട കാണേണ്ട കാര്യം. ഈവൻ ഭർത്താവിന്റെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും സ്വഭാവം നല്ലതല്ല, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് എപ്പോ തോന്നുന്നുവോ അന്ന് നമ്മൾ നിർത്തുക. അതാണ് നമ്മുടെ മനസ്സമാധാനത്തിനും നമ്മുടെ ആയുസ്സിനും ഒക്കെ നല്ലത്. അപ്പോ ഇതുപോലുള്ള പൊട്ട തീരുമാനങ്ങൾ എടുക്കാതെ അയാൾ പോണെങ്കിൽ പോട്ടെ, നമുക്ക് അതിനേക്കാളും നല്ല എന്തെങ്കിലും വരാനിരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരാൾ പോയി എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം തീർക്കാനുള്ളതാണോ? അല്ലല്ലോ.
നമ്മളത് കണ്ടിട്ടാണോ നമ്മൾ ജീവിച്ചത്? അല്ലല്ലോ. അപ്പോ എന്താ ഇതുപോലുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി വരാൻ നിങ്ങൾ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് വേദന ഉണ്ടാകാം, പക്ഷെ ഈ വേദന നമുക്ക് നാളെ നല്ലൊരു സന്തോഷത്തിന് വഴിവെക്കും. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ സങ്കടം എന്ന് പറയുന്നത് നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായി മാറും. ഓക്കെ. അപ്പോ ഇതുപോലുള്ള പാരന്റ്സ് ആണ് പല മക്കളെയും വേണ്ടാത്ത ചിന്തകളിലേക്ക് നയിക്കുന്നത്. അവരുടെ കൂടെ നമ്മൾ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ആണെങ്കിലും സഹോദരനാണെങ്കിലും, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയം, അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക. അല്ലാതെ എന്താ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു 10, 20, 21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ കല്യാണം കഴിപ്പിച്ച് വിടുന്ന പെൺപിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ വിദ്യാഭ്യാസം, അവർക്ക് പഠിക്കണം എന്നുണ്ടാവും. പക്ഷെ കുടുംബക്കാരും എന്ത് വിചാരിക്കും, അവർക്ക് ഇത്ര വയസ്സായല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പലരും കല്യാണം കഴിപ്പിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ഇതുപോലുള്ള ആത്മഹത്യ, സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 10,000 രൂപയ്ക്ക് ആ കുട്ടി അവിടെ ഇത്രയും സഹിച്ചു നിൽക്കണമെങ്കിൽ അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല. തിരിച്ചു വന്നാൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ കുട്ടീനെ എങ്ങനെ വളർത്തും എന്നായിരിക്കും ആ കുട്ടി ആലോചിച്ചിട്ടുണ്ടാവുക. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അതിന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാത്തത് പക്ഷം കുട്ടിയെ നോക്കണം, കുട്ടിയെ പഠിപ്പിക്കണം, കുട്ടിയുടെ പല പല കാര്യങ്ങൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ചവിട്ടും കുത്തും ഇടിയും ഒക്കെ സഹിച്ചിട്ടാണെങ്കിലും എന്റെ മോൾക്ക് ഇത് കിട്ടുമല്ലോ, അതാണ് ആ കുട്ടി അവിടെ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുപോലെ നമ്മൾ ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് സ്വന്തം കുടുംബത്തെ, അതായത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ, അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ, അമ്മയെ എല്ലാവരും നോക്കണമെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് നോക്കാമല്ലോ. എന്താ, ആരും നമ്മളൊന്നും പറയില്ലല്ലോ. ആണിന് മാത്രമല്ല പെണ്ണിനും പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്നേ, പറ്റും. അപ്പോ സ്വന്തമായിട്ട് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് മാത്രം നമ്മൾ കല്യാണം കഴിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാൻ നോക്കുക. നമ്മൾ ഓരോ മാതാപിതാക്കളും കുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അടക്കമുള്ള എല്ലാ പാരന്റ്സിനും എന്താ പറയുന്നത്, സ്വന്തം കുട്ടികളെ, പാരന്റിംഗ് എന്ന് പറയുന്നത് കുട്ടികളെ സംരക്ഷിക്കുക, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. ആ കുട്ടി ഇത്രയൊക്കെ അനുഭവിച്ച് നിന്നത് അവരുടെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് കുറവ്, പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു. ഫിനാൻഷ്യലി ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുട്ടികൾക്ക്, അതായത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വിദ്യാഭ്യാസം എന്നുള്ളത് മെയിൻ ആണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ തന്നെ അത് സോൾവ് ചെയ്തോളും. അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരിക്കലും അവരുടെ പാരന്റ്സിനെ ബ്ലെയിം ചെയ്തതല്ല കേട്ടോ. പക്ഷെ ആ ഒരു കുട്ടി ഇത് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. ഓക്കെ. പിന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസും കോടതിയും ഒക്കെ തെളിയിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് ബാക്കി കാര്യങ്ങൾ, അതെങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് പോലീസും കോടതിയും തെളിയിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി അവർക്ക് നമ്മളുണ്ട് എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആദ്യം അവർ ഓടിയെത്തുന്നത് നമ്മളുടെ അടുത്തായിരിക്കും. ആ ഒരു വിഷമം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരം എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുക്കുക. ബാക്കിയുള്ളതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെലവെന്റ് ആയ ടോപ്പിക്കുമായിട്ട് നമ്മൾ വരാം. ഓക്കെ, ബൈ ബൈ.